വരൻ നിതീഷ് ഭരദ്വാജ്, വധു ശ്വേത ഠാക്കൂർ. നിതീഷ് ഹരിയാനയിൽ നിന്നും ശ്വേത ഷിംലയിൽ നിന്നുമാണ്. പക്ഷേ ഇവരുടെ വിവാഹം നടക്കുന്നത് മൂന്നാറിൽ. സംഗീത ഷാദി 3 ദിവസം നീണ്ടുനിന്ന വിപുലമായ ചടങ്ങുകൾ. 300ഓളം പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഇരുവരുടെയും പരമ്പരാഗത ആചാരപ്രകാരമായിരുന്നു വിവാഹം. മൂന്നാറിൽ നടക്കുന്ന രണ്ടാമത്തെ മാത്രം ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആണ് നിതീഷിന്റെയും ശ്വേതയുടെയും വിവാഹം. ലക്ഷങ്ങൾ മുടക്കി ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് സർക്കാർ പരസ്യം ചെയ്യുമ്പോഴും വലിയ സാധ്യതകൾ ഉണ്ടായിട്ടും മൂന്നാറിലേക്ക് വിവാഹങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനൊരു മാറ്റമുണ്ടാകുമെന്നാണ് ഈ വിവാഹത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങളൊന്നാണ് മൂന്നാർ. മൂന്നാറിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആണ് ഇന്നേ ദിവസം ഗോൾഡൻ മൂന്നാർ പാലസ് ഹോസ്റ്റ് ചെയ്യുന്നത്. കോവിഡിന് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലുള്ള നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഇത്തരം പുതിയ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അതിജീവിക്കാൻ കഴിയൂ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. തത്സമയം ജയൻ രാജു ചേരുന്നു. ജയൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ് അവിടെ നടന്നതെന്നാണ് പറയുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഈ ലോകപ്രശസ്തമായ ഇടം തപ്പി ഒരുപാട് പേര് വരും. മാത്രമല്ല അന്യ സംസ്ഥാനക്കാരാണ് ഇപ്പോൾ വിവാഹിതരായവർ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സംസ്ഥാനത്ത് നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള പലരും ഈ ഡെസ്റ്റിനേഷൻ വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് ശരിക്കും പറഞ്ഞാൽ ടൂറിസം മേഖലയിൽ ഒരു പുതിയ ആശയമാണ്. അത് നമുക്കറിയാം, കോവിഡിന് ശേഷം വലിയ പ്രതിസന്ധിയാണ് ടൂറിസം മേഖല അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ മേഖലയ്ക്ക് തിരിച്ചു വരാൻ ഇത്തരം പുതിയ ആശയങ്ങൾ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ മൂന്നാർ പോലെയുള്ള അതിമനോഹരമായ അല്ലെങ്കിൽ ലോകപ്രശസ്തമായ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നില്ല. അതിനൊരു മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ്ങുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകളുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ് ഒരു ജില്ലക്കാരൻ മറ്റൊരു ജില്ലയിൽ പോയി വിവാഹം കഴിക്കുന്നതല്ല. അത് കുറഞ്ഞ പക്ഷം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തുന്നത് ഗുരുവായൂരായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് വിദേശത്തു നിന്നടക്കം ഇത്തരം കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ വിവാഹങ്ങൾക്ക് ഇത്തരം ടൂറിസം മേഖല തിരഞ്ഞെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. അത് സാമ്പത്തിക താല്പര്യം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. കാരണം ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കുമ്പോൾ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമോ ഒരു പ്രദേശമോ ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കൂട്ടമായ ആളുകൾ എത്തുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ആ മേഖലയിൽ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത്തരം പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളത് അല്ലെങ്കിൽ ആ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ വരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരം ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. എന്തായാലും മൂന്നാറിൽ അക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മൂന്നാറിനെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതും വളരെ മനോഹരമായ കാഴ്ചകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ക്ലൈമറ്റൊക്കെ ഉള്ള വ്യത്യസ്തമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിനെ സംബന്ധിച്ച് വലിയ സാധ്യതയാണ് ഉള്ളത്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മൂന്നാറിനെ സംബന്ധിച്ചുള്ളത്. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചില എക്സിബിഷനുകളും പരസ്യങ്ങളും ഒക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുകയും കൃത്യമായി അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ശ്രദ്ധ വയ്ക്കുക മാത്രമല്ല, നമ്മൾ മികച്ച ചിത്രങ്ങൾ പകർത്തി അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങളിൽ മറ്റു വൃത്തികേടുകളും മോശമൊന്നും ഇല്ലാതെ പകർത്തി വിദേശികളെ കാണിക്കുമ്പോൾ ഇത് കണ്ട് അവർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭവവും വ്യത്യസ്തമാവരുത് എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അധികൃതരോട് വയ്ക്കാനുള്ളത്.